അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1379. സൂറത്ത് യൂസുഫ് 30 മുതൽ 35 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونا من الصاغرين قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. വഖാല നിസ്വത്തും ഫിൽ മദീന, പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറഞ്ഞു, ഇംറഅത്തുൽ അസീസി, പ്രഭുവിന്റെ ഭാര്യ, തുറാവിദു ഫതാഹ അൻ നഫ്സിഹി, തന്റെ അടിമയെ വശീകരിക്കുന്നു. ഖദ് ശഗഫഹ ഹുബ്ബ, ആ അടിമയോട് അവൾ പ്രേമബദ്ധയാവുകയും ചെയ്തിരിക്കുന്നു. ഇന്നാല നറാഹ ഫി ളലാലിൻ മുബീൻ, നിശ്ചയം അവരെ നമ്മൾ വ്യക്തമായ വഴികേടിലായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന് അവർ പറഞ്ഞു. ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന, അവരുടെ ചതിപ്രയോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ, അർസലത്ത് ഇലൈഹിന്ന, സുലൈഖ ബീവി അവരിലേക്ക് ആളെ അയച്ചു വിരുന്നിന് ക്ഷണിക്കാൻ. വഅതദത് ലഹുന്ന മുത്തക്കഅൻ, അവർക്ക് ചാരിയിരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ, എന്നിട്ട് അവരിൽ നിന്ന് ഓരോരുത്തർക്കും പഴം ചെത്താനുള്ള കത്തിയും അവർ നൽകി. വഖാലത്ത് ഇഖ്റുജ് അലൈഹിന്ന, എന്നിട്ട് സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അവരുടെ അടുത്തുകൂടെ പുറത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഫലമ്മാ റഅയ്നഹു, അങ്ങനെ യൂസുഫ് നബിയെ അവർ കണ്ടപ്പോൾ, ആ സ്ത്രീകൾ കണ്ടപ്പോൾ, അക്ബർനഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ വല്ലാത്ത ഒരവസ്ഥയായി കണ്ടു. വഖത്തഅന ഐദിയഹുന്ന, അവരുടെ കൈകൾ അവർ മുറിക്കുകയും ചെയ്തു. വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശലില്ലാ, അല്ലാഹു എത്ര പരിശുദ്ധൻ, മാഹാദാ ബശറ, ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഇൻഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് ആദരണീയനായ ഒരു മാലാഖയാകുന്നു എന്ന് പറഞ്ഞു അവർ. ഖാലത്ത്, അങ്ങനെ കൈയൊക്കെ മുറിച്ച് അവരിങ്ങനെ രക്തം പൊടിഞ്ഞിരിക്കുമ്പോ സുലൈഖ ബീവി പറഞ്ഞു, ഫദാലികുന്നല്ലദീ ലുംതുന്നനീ ഫീഹി, ഏതൊരാളുടെ വിഷയത്തിലാണോ ഞാൻ പ്രേമബദ്ധയായി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത്, ആ ആളാണ് അദ്ദേഹം. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, ഞാൻ സ്വമേധയാ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത് തന്നെയാണ്. ഫസ്തഅസം, പക്ഷെ അദ്ദേഹം എന്റെ കെണിയിൽപ്പെടാതെ സുരക്ഷിതനാവുകയാണ് ചെയ്തത്. വലഇല്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് യൂസുഫ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ലയുസ്ജനന്ന,
യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലടക്കപ്പെടുക തന്നെ ചെയ്യും. വലയക്കൂനം മിനസ് സാഗിരീൻ, നിന്ദ്യരിൽ ആയി തീരുകയും ചെയ്യും. ഖാല, ഇത് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബി, എന്റെ നാഥ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, എനിക്ക് ജയിലാനിഷ്ടം അവർ എന്നെ ഈ ക്ഷണിക്കുന്ന വ്യഭിചാരമെന്ന വൃത്തികേടിനേക്കാൾ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, അവരുടെ കുതന്ത്രങ്ങൾ എന്നിൽ നിന്ന് നീ തെറ്റിച്ചു കളഞ്ഞില്ലെങ്കിൽ, അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് എത്തിപ്പോകും, അല്ലെങ്കിൽ ചാഞ്ഞുപോകും. വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ വിവരദോഷികളിൽ പെടുകയും ചെയ്യും എന്ന്. ഫസ്തജാബ ലഹു റബ്ബുഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആക്ക് ഉത്തരം നൽകി. അങ്ങനെ ഫസറഫ അൻഹു കൈദഹുന്ന, അവരുടെ കുതന്ത്രങ്ങളെ യൂസുഫ് നബിയിൽ നിന്ന് അല്ലാഹു തആല തെറ്റിച്ചു കളഞ്ഞു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവൻ അടിമകളുടെ വാക്കുകൾ കേൾക്കുന്നവനും അവരുടെ മനസ്സറിയുന്നവനുമാണ്. സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി, പിന്നീട് തെളിവുകളെല്ലാം കണ്ടതിനു ശേഷം അവർക്ക് വ്യക്തമായ ഒരു തീരുമാനം, അവർക്ക് വ്യക്തമായത് ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടക്കണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇവിടെ പറയുന്ന വിഷയം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നേരത്തെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, വിശദീകരിക്കുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ലോക്കൽ ഗാർഡിയനായി വന്ന കിത്ഫീർ എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന സമയത്ത് ഭാര്യ സുലൈഖ ബീവി, മന്ത്രിയുടെ ഭാര്യ സുലൈഖ ബീവി തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും തെറ്റായ ചിന്താഗതികളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ആ പരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിജയിച്ചു. അങ്ങനെ സംഗതി, ഈ വാർത്ത നാട്ടിൽ പരന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ, അതായത് വീട്ടിലുള്ള വേലക്കാരനെ അല്ലെങ്കിൽ അടിമയെ വീട്ടിലെ പ്രഭുവിന്റെ ഭാര്യ തന്നെ പ്രേമിച്ചിരിക്കുന്നു എന്ന വാർത്ത നാട്ടിൽ പരന്നപ്പോൾ മിസ്റിലെ പെണ്ണുങ്ങൾ, അതും പ്രധാനപ്പെട്ട അവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെയും ഭാര്യമാർ, അവർ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പ്രേമിച്ച സുലൈഖയുടെ നിലപാടിനെ സംബന്ധിച്ച് അയ്യേ നാണക്കേട് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും സുലൈഖയെ മോശക്കാരിയാക്കി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള സംഭാഷണം നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ താൻ ആകൃഷ്ടയായതിന്റെ കാരണം അതെന്നെ മാത്രം കുറ്റമൊന്നുമല്ല എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരുടെ നാവടക്കാനുമായി സുലൈഖ ബീവി അവിടെ ഒരു വിരുന്നൊരുക്കുകയാണ് അവർക്ക്. ആ വിരുന്നിൽ സംബന്ധിക്കുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് 40ഓളം പ്രധാനപ്പെട്ട സ്ത്രീകളെയാണ് ആ വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്ന്. അങ്ങനെ അവർ ആഹാരം കഴിച്ചു. അവർക്ക് ചാരിയിരിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുത്തു. ആഹാരം കഴിച്ചതിന് ശേഷം പഴങ്ങൾ മുന്നിൽ വെച്ചു കൊടുക്കുകയും അത് ചെത്താൻ കത്തി എല്ലാവർക്കും നൽകുകയും ചെയ്തു. ആ കത്തി ഉപയോഗിച്ച് അവർ പഴങ്ങൾ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അവരുടെ ഇടയിലൂടെ പുറത്തേക്ക് പോകാൻ സുലൈഖ നിർദ്ദേശിക്കുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഇടയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഇടയിലൂടെ അങ്ങ് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇതൊരു മാലാഖയാണ്, ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റെ സൗന്ദര്യം ഇത്രയും വരില്ല എന്ന പ്രഖ്യാപനത്തോടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ട ആ സൗന്ദര്യത്തിൽ അമ്പരന്നുകൊണ്ട് അവർ കത്തി ഉപയോഗിച്ച് പഴം ചെത്തുന്നുണ്ട്. പക്ഷെ പഴം ചെത്തിക്കഴിഞ്ഞ് വിരല് തന്നെ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട് പലരും. പക്ഷെ വിരല് ചെത്തുമ്പോഴും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടകളായിട്ട് ആ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ ആ സ്ത്രീകൾ വിരല് ചെത്തുന്നതും രക്തമൊലിക്കുന്നതും അതിന്റെ വേദനയും നീറ്റലും അതൊന്നും അവരറിയുന്നില്ല. അങ്ങനെ സുലൈഖ ബീവി അവരുടെ അടുത്തേക്ക് വന്ന് എന്താണ് നിങ്ങളുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവർക്കെല്ലാവർക്കും സുബോധം വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സുബോധം വീണ്ടെടുത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യ് മുറിഞ്ഞിരിക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്ന സൗന്ദര്യത്തെ കണ്ടപ്പോൾ അവരെല്ലാവരും അതിൽ മതിമറന്നു പോയിരിക്കുന്നു. അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം സുലൈഖ ബീവി പറഞ്ഞു, ഞാൻ എന്റെ അടിമയെ പ്രേമിച്ചുവെന്നും
അതേപോലെ തന്നെ വശീകരിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നില്ലേ? ഒരു നിമിഷ നേരം യൂസുഫിനെ കണ്ടപ്പോഴേക്ക് നിങ്ങളുടെ നിലപാടിതാണെങ്കിൽ മാസങ്ങളായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സൗന്ദര്യം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം അവർ നടത്തിയപ്പോ ഇനി സുലൈഖയെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. എന്നാലും സുലൈഖ പക്ഷേ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഈ സ്ത്രീകളുടെ അടുത്തുകൂടി തന്റെ നിരപരാധിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസുഫിനെ പ്രേമിച്ചു പോയത് അതെന്റെ കുറ്റമൊന്നുമല്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ആ സൗന്ദര്യം അതിനുമാത്രം വൈപുല്യമുള്ളതാണ് എന്ന് ആ പെണ്ണുങ്ങളെ കൊണ്ടുകൂടി പറയിപ്പിക്കുന്ന അവസ്ഥയാണ് അവർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇനി നാട്ടിൽ ആരെങ്കിലും സുലൈഖയെക്കുറിച്ച് ആ പ്രവർത്തനത്തിന്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപം ചൊരിഞ്ഞാൽ ഇവര് മറുപടി പറഞ്ഞോളും, സുലൈഖ യൂസുഫിനെ പ്രേമിച്ചതിനൊന്നും പറയാനൊന്നുമില്ല, അതിനു മാത്രം സൗന്ദര്യമുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്ന് അവർ തന്നെ പറഞ്ഞോളൂ. അതിനുള്ളൊരു തന്ത്രമാണ് അവർ മെനഞ്ഞത്. ഏതായാലും സുലൈഖ പിന്നെയും പറയുന്നത് എന്താണ്, ഞാൻ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിക്കുകയും എന്റെ മനസ്സിൽ അസ്ഥിക്ക് പിടിച്ച പ്രേമം കടന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസുഫിൽ നിന്ന് ഇപ്പോഴും പിന്മാറിയിട്ടില്ല. എന്റെ ആവശ്യം നിറവേറുന്നതുവരെ ഞാൻ അവന്റെ പുറകെ ഉണ്ടാവും. ആ ആവശ്യത്തിന് അവൻ വഴങ്ങിത്തരുന്നില്ലെങ്കിൽ, ആ യൂസുഫ് നബി വഴങ്ങിത്തരുന്നില്ലെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള ശിക്ഷകൾ ഏൽക്കേണ്ടി വരികയും ജയിലിലടക്കപ്പെടുന്നതടക്കമുള്ള സംഗതികൾക്ക് ആ അദ്ദേഹം വിധേയനാവേണ്ടിയും വരും എന്ന് സുലൈഖ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഈ വിവരം പറഞ്ഞ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ജയിലാണ് എനിക്ക് ഇവരുടെ ഈ കുതന്ത്രങ്ങളെക്കാൾ, ഈ ചെളിക്കുണ്ടിൽ കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം. എനിക്ക് ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇത്തരം തെറ്റായ സംഗതികൾക്ക് വഴങ്ങിക്കൊടുക്കാനോ അവരുടെ ദുശ്ചിന്തകൾക്ക് നിന്നുകൊടുക്കാനോ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇവരുടെ കുതന്ത്രങ്ങൾ പലതും എന്റെ നേരെ വരുന്നുണ്ട്, ആ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ആവശ്യമായിട്ടുള്ള ഒരു വഴി നീ തന്നെ എനിക്ക് നൽകാതെ എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിച്ചാൽ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ചെന്നുപെട്ടാലോ, അതുകൊണ്ട് റബ്ബേ ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ സംഗതികൾ നീ ചെയ്തു തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു തആല ആ ദുആ സ്വീകരിച്ചതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നാട്ടുകാർ ഖിത്ഫീർ എന്ന രാജാവും മന്ത്രിയും അദ്ദേഹത്തിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാവരും നീണ്ട ചർച്ചകൾ നടത്തി. എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ ആലോചനക്കൊടുവിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ എന്തായാലും കുറച്ചു കാലത്തേക്ക് ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അതൊന്ന് അവസാനിപ്പിക്കുന്നതുവരെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കട്ടെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയെ അങ്ങോട്ടാണ് പ്രേമിക്കാൻ ചെന്നത്, അവരെ അങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നൊരു വാർത്ത നാട്ടിൽ ആളുകളുടെ മനസ്സിൽ ഇരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ എന്താകും, മന്ത്രിയുടെ ഭാര്യ രക്ഷപ്പെടും. ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലും അതത്ര വലിയ കുഴപ്പമില്ല, എന്തായാലും ഈ ചർച്ച വല്ലാതെ നീണ്ടുപോകാതിരിക്കാൻ അതാണ് നല്ലത് എന്നവർ കണ്ടു. സംഗതി അവർക്കെല്ലാവർക്കും 100% ഉറപ്പാണ്, യൂസുഫ് അലൈഹി ഇസ്ലാം പാപരഹിതനും പവിത്രനും പരിശുദ്ധനുമാണ് എന്ന്. പക്ഷെ എന്നിട്ടും തെറ്റു ചെയ്യാത്ത യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജനങ്ങളുടെ നാവടക്കാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ജയിലിലടക്കാൻ അവർ തീരുമാനിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലടക്കപ്പെട്ടു. ആ തീരുമാനങ്ങൾ വാസ്തവത്തിൽ ഈ മന്ത്രിതലത്തിലുള്ള ചർച്ചയിൽ നിന്നുണ്ടായതാണ്. റയ്യാൻ ഇബ്നു വലീദ് എന്ന രാജാവിന്റെ അഭിപ്രായമനുസരിച്ചല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ചരിത്രത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്ത് യൂസുഫിൽ തന്നെ ഇനി വരുന്നുണ്ട്. രാജാവ് റയ്യാൻ ഇബ്നു വലീദ് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ കൊട്ടാരത്തിലുള്ള ജ്യോത്സ്യന്മാരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും അവർക്കാർക്കും അതിന് സാധിക്കാതെ വന്നപ്പോൾ നേരത്തെ ജയിലിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജാവിന് വെള്ളവും അതേപോലെ തന്നെ ചായയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ വേലക്കാരൻ, അദ്ദേഹം ഞാനതിന്റെ മറുപടി യൂസുഫ് അലൈഹി ഇസ്ലാമിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജയിലിലേക്ക് ചെല്ലുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, യൂസുഫ് അലൈഹി ഇസ്ലാം തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് സുലൈഖ ബീവി തന്നെ പിന്നീട് പരസ്യമായി പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു,
അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്കാവില്ല. കാരണം എന്നെ ജയിലിലടച്ചത് എന്തിനാണ്? ഞാൻ സുലൈഖയെ എന്തെങ്കിലും അരുതായ്മകളോ അകലെ അക്രമമോ ചെയ്തതിന്റെ പേരിലാണോ? അല്ലേ? എനിക്ക് നിരപരാധിത്വമുണ്ടോ അതോ ഞാൻ അപരാധിയാണോ? ഇത് തീരുമാനമാവാതെ ഞാൻ പുറത്തു വരുന്ന പ്രശ്നമില്ല എന്ന് പറയുകയും സുലൈഖ ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ഒരിക്കലും കുറ്റവാളിയല്ലെന്നും എന്റെ ഭാഗത്തുനിന്നാണ് അവരോട് അങ്ങോട്ട് പ്രേമാഭ്യർത്ഥനയുണ്ടായിരുന്നെന്നും എന്നാൽ നിരസിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ധർമ്മബോധത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും ആൾരൂപമായി മാറിയതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ സൂക്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞു, പിന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അതുമായി ബന്ധപ്പെട്ട് എന്താണ്, പിന്നെ വഖാല നിസ്ബത്തും ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള കുറച്ച് സ്ത്രീകൾ അവർ പറഞ്ഞു, ഈജിപ്തിലെ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മിസ്ല നിസാഇൽ ഉമറാഇ വൽ കുബറാഇ യുൻകിർന അല ഇംറാത്തിൽ അസീസി വഹുവൽ വസീറു, മന്ത്രിയായിട്ടുള്ള പ്രഭുവിന്റെ ഭാര്യ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു പട്ടണത്തിലെ ചില സ്ത്രീകൾ. ആ സ്ത്രീകൾ ചില്ലറക്കാരല്ല, അവരും VIP പരിഗണനയുള്ളവരാണ്. മന്ത്രിമാരുടെയും അതേപോലെ തന്നെ ലീഡേഴ്സിന്റെയും ഒക്കെ ഭാര്യമാരാണ്. അവർ സംസാരിച്ചു. എന്താ സംസാരിക്കുന്നത്? ഇംറാത്തുൽ അസീസി, പ്രഭുവിന്റെ ഭാര്യ, മന്ത്രിയുടെ ഭാര്യ, തുറാബിദു ഫത്താഹ അൻ നഫ്സിഹി, തന്റെ പിന്നെ വേലക്കാരനെ പ്രേമിക്കുന്നു, അതേപോലെ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ഖദ് ശഗഫഹ ഹുബ്ബ, ആ പിന്നെ അവരുടെ മനസ്സിൽ പ്രേമം വല്ലാതെ കഠിനമായി പ്രേമം അവരെ പിടികൂടിയിരിക്കുന്നു. ഇന്നാല നറാഹ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ, വീട്ടിലെ വേലക്കാരനെ പ്രേമിക്കുക, അതും പ്രഭുവിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാചകമാണ്, ഒരു ശൈലിയാണ് എന്ന് പറഞ്ഞ് മിസ്റിലെ പെണ്ണുങ്ങൾ സുലൈഖയെ ആക്ഷേപിക്കുന്നു. ആ ആക്ഷേപവുമായി ബന്ധപ്പെട്ട സംഗതികൾ ഫലമ്മാ സമയത്ത് ബിമക്രിഹിന്ന, അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവര് തന്നെ ആക്ഷേപിക്കുന്ന ആ ആക്ഷേപത്തെ സംബന്ധിച്ച് കേട്ടപ്പോൾ അർസലത്തിലേഹിന്ന, സുലൈഖ ബീബി അവരിലേക്ക് ആളെ അയച്ചു, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാൻ ആളെ അയച്ചു. സൽക്കാരത്തിന് ക്ഷണിക്കാൻ ആളെ അയച്ചിട്ട് വായത്തത്തിലഹുന്ന മുത്തക്ക എന്ന് അവർക്ക് ചാരിയിരിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങൾ തയ്യാർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വാസത്ത് കുല്ല വാഹിദത്തി മിൻഹുന്ന സിക്കീന, അവരിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ കത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്ത്, ചാരിയിരിക്കുന്ന സമയത്ത് അവർക്ക് ചെത്തിത്തിന്നാൻ പഴങ്ങളും ആ പഴം ചെത്താനുള്ള കത്തിയും കൊടുത്തു എന്നർത്ഥം. ആ കത്തി കൊടുത്തിട്ട് അവർ പഴം ചെത്തി തിന്നുകൊണ്ടിരിക്കുമ്പോൾ വക്കാലത്തെ ഖുറുജ അലൈഹിന്ന, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് സുലൈഖ പറഞ്ഞു അവരുടെ അടുത്തുകൂടി പുറപ്പെട്ടു പോവുക എന്ന്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഇടയിലൂടെ പുറത്തേക്ക് പോയപ്പോൾ ഫലമ്മാ റഅയ്നഹു അക്ബർനഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വല്ലാത്തൊരു സംഭവമായി കണ്ടു. എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹമാണ്, എന്തൊരു സൗന്ദര്യമാണിത്, ഇതെന്തൊരു വല്ലാത്ത പിന്നെ സൗന്ദര്യമാണ്. നമ്മളെ അമ്പരന്നു പോകുന്ന സ്നേഹത്തിന്റേതായിട്ടുള്ള ശൈലി, പിന്നെ സൗന്ദര്യത്തിന്റേതായിട്ടുള്ള ശൈലിയാണല്ലോ ഇവിടെ കാണുന്നത് എന്നർത്ഥം. അങ്ങനെ കത്തയനായിദിയഹുന്ന, ഇതിൽ അമ്പരന്നു പോയ ആളുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടകളാവുകയും അവരുടെ പരിസരം അവർ മറന്നുപോവുകയും ചെയ്തു. അങ്ങനെ കത്തയനായിദിയഹുന്ന, അവരുടെ കൈകളെ അവർ മുറിച്ചു. വഖുൽന ഹാശലില്ല, അവർ പറയുകയും ചെയ്തു അല്ലാഹു അത്ര പരിശുദ്ധൻ, മാഹാദാ ബശറ, ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഇൻഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് മാന്യനായ ഒരു മാലാഖയാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൈമുറിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അവർ ഭക്ഷണം കഴിച്ച് പിന്നീട് പിന്നെ പഴം ചെത്തി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അതിൽ ആകൃഷ്ടകളായിട്ട് അവർ അവരുടെ കൈകളൊക്കെ മുറിച്ചു എല്ലാവരും. അങ്ങനെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് സുലൈഖ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഹല്ലക്കുന്ന ഫിൻ നദരീല യൂസുഫ്, അവരിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ എന്ന് ചോദിക്കുക, അങ്ങ് യൂസുഫിനെ കാണണോ എന്ന്. ഖുൽന നഅം, അവർ പറഞ്ഞു അതെ കാണണമെന്ന്. അങ്ങനെ ഫബഅസത് ഇലൈഹി തഅമുറുഹു അൻ യഖ്റുജ ഇലൈഹിന്ന, അവരുടെ അടുത്തൂടെ അങ്ങോട്ട് പോകാൻ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു. അങ്ങനെ ഫലമ്മാ റഅയ്നഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ കണ്ടപ്പോൾ ജഅൽന യുഖത്തിഅന ഐദിയഹുന്ന, അവരുടെ കൈകൾ മുറിക്കാൻ തുടങ്ങി. സുമ്മാ അമറത്തുഹു അൻ യർജിഅ, പിന്നീട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു സുലൈഖ. ഫറജഅ, അപ്പൊ തിരിച്ചു വരികയും ചെയ്തു. എന്തിനാ?
ലിയറൈനഹു മുഖ്ബിലൻ വമുദ്ബിറ, മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് വരുമ്പോഴും എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിന്റെ രണ്ടു തരത്തിലുള്ള ചലനങ്ങളും കാണാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തത് സുലൈഖ പറഞ്ഞയച്ചത്. ആ ഒരവസ്ഥയിൽ സ്ത്രീകളൊക്കെയാണ് ഈ കയ്യ് മുറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് അവര് വേദന അവർക്ക് അനുഭവപ്പെടുന്നത് സുലൈഖ ബീബി ഇത് പറയുമ്പോഴാണ്. അപ്പൊ സുലൈഖ ബീബി അവരോട് ചോദിച്ചു, അൻതുന്ന മിൻ നളറത്തിൻ വാഹിദത്തിൻ ഫഅൽതുന്ന ഹകദ, ഒരൊറ്റ നോട്ടം കണ്ടപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഫകൈഫ ഉലാമു അന, എപ്പോഴും യൂസുഫിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ആക്ഷേപിക്കപ്പെടുക, അതിന് വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു സുലൈഖയെ നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതാണ് കാലത്ത് അവർ പറഞ്ഞു, ഫദാലികുന്നല്ലദീലും തുന്നനി ഫിഹി, ഏതൊരാളുടെ കാര്യത്തിലാണോ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത് അതാണ് യൂസുഫ്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, ഞാൻ സ്വമേധയാ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചതാണ്. ഫസ്തഹസം, പക്ഷെ എനിക്ക് വഴങ്ങാതെ അദ്ദേഹം സുരക്ഷിതത്വം, അതായത് ധർമ്മനിഷ്ഠ പാലിച്ചതാണ്. വലയില്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ കൽപ്പിക്കുന്നതിന് അവൻ വഴങ്ങുന്നില്ലെങ്കിൽ, അഥവാ ഞാൻ കൽപ്പിക്കുന്നത് പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യുസ്ജനന്ന, അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. വല യകൂനം മിനസ്സാഗിരി, നിന്ദ്യനിൽപ്പെടുകയും ചെയ്യും. ജയിലിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നാണക്കേടും അതേപോലെ തന്നെ ദുഷ്പേരുമൊക്കെ വരുമെന്ന് പറഞ്ഞു. എന്നാൽ ആ ദുഷ്പേരിനേക്കാളും എനിക്ക് പ്രയാസം തെറ്റിൽ ചെന്നുപെടലാണെന്ന് മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കാല, യൂസുഫ് നബി പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവെ, അസ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അവരെന്നെ ക്ഷണിക്കുന്ന വ്യഭിചാരമെന്ന ചെളിക്കുണ്ടിനേക്കാൾ എനിക്കിഷ്ടം ഈ ജയിലാവുന്നു. വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന, അവരുടെ കുതന്ത്രങ്ങളും ചതിയും എന്നിൽ നിന്ന് നീ തിരിച്ചു കളഞ്ഞില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും. വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ വിവരദോഷികളിൽ പെടുകയും ചെയ്യും. അഥവാ നീ എനിക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും തന്നില്ലെങ്കിൽ ഈ വ്യഭിചാരത്തിന്റെ ചെളിക്കുണ്ടിൽ ഞാൻ ചെന്നുപെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം, അതിൽ നിന്ന് എന്നെ നീ കാക്കണമെന്നർത്ഥം. ഫസ്തജാബ ലഹു റബ്ബുഹു, അങ്ങനെ തന്റെ നാഥൻ അല്ലാഹു തആല യൂസുഫ് നബിക്ക് ഉത്തരം നൽകി. ഫസറഫ അൻഹു കൈദഹുന്ന, അവരുടെ കുതന്ത്രങ്ങളെ തന്നിൽ നിന്ന് തിരിച്ചു കളഞ്ഞു. അതിന് ആവശ്യമായിട്ടാണ് ആ ജയിൽ വാസം ഉണ്ടാവുന്നത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയം യൂസുഫ് നബി അല്ലാഹു തആല എല്ലാവരുടെയും വാക്ക് കേൾക്കുന്നവനും മനസ്സറിയുന്നവനുമാണ്. അതാണ് സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി, തെളിവുകളെല്ലാം കണ്ടതിന് ശേഷം അവർക്ക് ബോധ്യമായി, അല്ലെങ്കിൽ അവർ അഭിപ്രായപ്പെട്ടു, എന്ത്, ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ യൂസുഫ് നബിയെ നാം ജയിലിലാക്കാമെന്ന് അവരഭിപ്രായപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇബ്നു കസീർ രേഖപ്പെടുത്തി, ബഅദമാ അറഫു ബറാഅതഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വം അവർക്ക് വ്യക്തമായി മനസ്സിലായതിനു ശേഷം തന്നെയാണ് സുമ്മ ലഹറ ലഹും മിനൽ മസ്ലഹത്തി, അവർക്കൊരു നല്ല ഒരു ചിന്ത, പിന്നെ ഇവിടുത്തെ ഒരു നല്ല നിലപാട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തൽക്കാലം ജയിലിലാക്കലാണ് എന്ന്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിരപരാധിയാണ്, പാപരഹിതനാണ്, പരിശുദ്ധനാണ് എന്നൊക്കെ മനസ്സിലായിട്ടും അവരങ്ങനെ ചെയ്യാൻ കാരണം, ഇന്നമാ സജനൂഹു ലിമാ ശാഅൽ ഹദീസു ഈഹാമൻ അന്നഹാദാ റാവദഹാ അൻ നഫ്സിഹാ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയാണ് അങ്ങോട്ട് കയറിപ്പിടിക്കാൻ ശ്രമിച്ചത് എന്ന് നാട്ടിൽ വാർത്ത പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാർത്ത കാരണത്താൽ തന്നെ ജയിലിലാക്കിയെന്ന് ജനങ്ങൾ ചിന്തിച്ചോട്ടെ. അപ്പൊ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ പിന്നെ മന്ത്രിയുടെ ഭാര്യ തൽക്കാലം രക്ഷപ്പെടുകയും ചെയ്യും, യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുറ്റൊന്നും ചെയ്തിട്ടില്ല, നമുക്കൊക്കെ അറിയുകയും ചെയ്യാമല്ലോ എന്ന് അവർ തീരുമാനിച്ചാണ് ജയിലിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള അവസരം ഉണ്ടായപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇംതനാ മിനൽ ഖുറൂജി, ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ വിസമ്മതിച്ചു. ഹത്താ തതബയ്യന ബറാഅതുഹു മിമ്മാ നുസിബ ഇലൈഹി മിനൽ ഖിയാന, തന്നിലേക്ക് ചേർത്തു പറയപ്പെട്ട ആ ചതിയിലൂടെ തന്നെ കുറിച്ച് ആരോപിക്കപ്പെട്ട ആരോപണത്തിൽ ഞാൻ മുക്തനാണെന്ന് വ്യക്തമാവുന്നതുവരെ, അത് വ്യക്തമായതിനു ശേഷമാണ് ജയിലിൽ നിന്ന് താൻ പുറത്തു വന്നത്. അള്ളാഹുവിനെ അനുസരിച്ചും അവന്റെ ഇഷ്ടത്തിനു വേണ്ടി പ്രവർത്തിച്ചും മുന്നോട്ടു പോകുന്നവർക്ക് അള്ളാഹു തആല ആത്യന്തികമായി രക്ഷയുടെ വഴി തുറക്കുമെന്നതിന്റെ വ്യക്തമായ പ്രകടമായ തെളിവാണിത്. അള്ളാഹു നമ്മെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ